ആർജിക്കർ ബലാത്സംഗ കൊലയിലെ കുറ്റവാളിയായ സഞ്ജയ് റോയിയെ ഇപ്പോൾ തൂക്കിലേറ്റരുത് എന്ന ഇരയുടെ കുടുംബം. സഞ്ജയ് റോയിയെ തൂക്കിലേറ്റി വധിച്ചാൽ കേസിലെ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടും. കൊൽക്കത്ത ഹൈക്കോടതിയിലാണ് കുടുംബം ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഇപ്പോൾ ഇരയുടെ കുടുംബം ഇങ്ങനെയൊരു വാദം ഉന്നയിച്ചതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഈ നേരത്തെ കൊൽക്കത്തയിലെ സിയാലിന്റെ അഡീഷണൽ സെഷൻസ് കോടതി ഈ സഞ്ജയ് റോയ്ക്ക് ആർജിക്കർ ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതിയായ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വധശിക്ഷ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് CBIയും ബംഗാൾ സർക്കാരും ഈ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി മുറിയിലുണ്ടായിരുന്ന ഈ ഇരയുടെ കുടുംബാംഗങ്ങളോട്, മാതാപിതാക്കളോട് ഈ ജഡ്ജി ഈ കേസ് കേട്ടിരുന്ന, ഈ ഹർജി പരിഗണിച്ചിരുന്ന ജഡ്ജിമാർ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകുന്നത് സംബന്ധിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞത്. തുടർന്നാണ് അവർ ഇപ്പോൾ ഈ വധശിക്ഷ നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകുകയാണെങ്കിൽ ഈ കേസിലെ ബാക്കിയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടുമെന്നാണ് അവർ കോടതിയെ അറിയിച്ചത്. കാരണം ഇതിൽ സഞ്ജയ് റോയ് മാത്രമാണ് ഏക കുറ്റവാളി എന്നായിരുന്നു CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇരയുടെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതിൽ സഞ്ജയ് റോയ്ക്ക് പിന്നിൽ മറ്റു ചിലർ പ്രവർത്തിച്ചിരുന്നു, അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ സഞ്ജയ് റോയിയെ തൂക്കിലേറ്റുകയാണെങ്കിൽ ആ തെളിവുകൾ കൊണ്ടുവരിക, അവരെ ഈ കുറ്റവാളികളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ദുഷ്കരമായിരിക്കുമെന്നാണ് കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തൂക്കിലേറ്റരുതെന്നാണ് കുടുംബം ഈ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഈ കൊൽക്കത്ത ഹൈക്കോടതി CBIയുടെ അപ്പീലാണോ അതോ സംസ്ഥാന സർക്കാരിൻ്റെ നൽകിയിരിക്കുന്ന അപ്പീലാണോ ആദ്യം കേൾക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ വാദം കേൾക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ കേസിൽ പ്രോസിക്യൂഷൻ CBI ആണ്. പക്ഷേ പൊതു താല്പര്യം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ അടുത്ത ആഴ്ച വിശദമായ വാദം കേൾക്കുമെന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി ബാലഗോപാൽ.